നമസ്കാരം. കേരളത്തെ നടുക്കിയ ഒരു വിധിയാണ് നെയ്യാറ്റിങ്കര സെഷൻസ് കോടതിയിൽ നിന്നും ഉണ്ടായത്. പാറശാലയിലെ ഷാരോൺ എന്ന BSc റേഡിയോളജി വിദ്യാർത്ഥിയെ പാരാക്വിറ്റ് എന്ന കീടനാശിനി ജ്യൂസിൽ കലർത്തി നൽകി ഗ്രീഷ്മ എന്ന തന്റെ കാമുകി കൊലപ്പെടുത്തിയ കേസിലാണ് പ്രമാദമായ വിധി ഉണ്ടായത്. അപൂർവങ്ങളിൽ അത്യപൂർവമായ ഒരു കേസാണ് എന്ന് സെഷൻസ് കോടതി ജഡ്ജി A ബഷീർ വിധിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ പ്രതിക്ക് മരണം വരെ തൂക്കിലിടാനാണ് കോടതി വിധിച്ചത്. അപൂർവങ്ങളിൽ അപൂർവമായ വിധി എന്ന് തന്നെയാണ് ഈ വിധിവാക്യത്തിൽ ഗ്രീഷ്മയുടെ ഈ കൊലപാതകത്തെക്കുറിച്ച് ജഡ്ജി സവിസ്തരം പറഞ്ഞിരിക്കുന്നത്. പൈശാചികമായ മനസ്സിനുടമയാണ് ഗ്രീഷ്മ എന്നുകൂടി പറഞ്ഞ് വിധി എഴുതിയ പേന കുത്തിയൊടിക്കുക വരെ ചെയ്തു ജഡ്ജി എന്ന് പറയുമ്പോൾ വൈകാരികമായ ഒരു വിധി തന്നെയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ വിധി പ്രസ്താവ്യം പുറത്തു വന്നതിനെ തുടർന്ന് ഗ്രീഷ്മ അക്ഷോഭ്യയായി തന്നെയാണ് കാണപ്പെട്ടത്. നിയമവൃത്തങ്ങൾ പലരും പല രീതിയിൽ വിധിയെക്കുറിച്ച് പറയപ്പെടുന്നുണ്ട്. 24 വയസ്സ് മാത്രം പ്രായമുള്ള ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകിയത് മേൽക്കോടതിയിൽ നിലനിൽക്കില്ല, ഗ്രീഷ്മയ്ക്ക് ജീവപര്യന്തം ശിക്ഷ മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് നിയമവൃത്തങ്ങളിൽ പലരും ചർച്ച ചെയ്യുന്നുണ്ട്. അതെന്ത് തന്നെയാകട്ടെ, എന്നാൽ ഗ്രീഷ്മയുടെ വീടിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ചില ദുരൂഹ മരണങ്ങൾ നടന്നതായി തന്നെയാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. പാറശാല സ്വദേശിയായ ഷാരോണിനെ തന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ വേണ്ടി, അതായത് ഗ്രീഷ്മയ്ക്ക് സൈന്യത്തിൽ നിന്നും മറ്റൊരു വിവാഹാലോചന വന്നതോടുകൂടി, സൈന്യത്തിൽ നല്ലൊരു ഉദ്യോഗസ്ഥൻ വന്നതോടുകൂടി ഷാരോണിനെ ഏത് വിധേനയും ഒഴിവാക്കുവാൻ വേണ്ടി ഗ്രീഷ്മ ചില കരുക്കൾ നീക്കുകയുണ്ടായി. ഒരു തവണ ഷാരോണിന് ജ്യൂസിൽ പാരസെറ്റമോൾ കലർത്തി നൽകി ഷാരോൺ ആ ജ്യൂസ് തുപ്പിക്കളഞ്ഞതിനാൽ അന്ന് രക്ഷപ്പെടുകയായിരുന്നു. പിന്നീടാണ് വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തി പാരാക്വിറ്റ് എന്ന കീടനാശിനി ജ്യൂസിൽ കലർത്തി കഷായമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷാരോണിന് നൽകിയത്. എന്തായാലും ഷാരോൺ 11 ദിവസം ആശുപത്രിയിൽ കിടന്നു. തന്റെ നാവ് അഴുകി അടർന്നു വീണു. തന്റെ കരളായി കരുതിയിരുന്ന ഗ്രീഷ്മ നൽകിയ കഷായം എന്ന് പറഞ്ഞ് ധരിപ്പിച്ച് നൽകിയ ജ്യൂസ് കുടിച്ച് ഷാരോണിന്റെ തന്നെ കരൾ നശിക്കുകയായിരുന്നു, ശ്വാസകോശം നശിക്കുകയായിരുന്നു, കിഡ്നി നശിക്കുകയായിരുന്നു. ഇതുപോലെ താൻ കരളായി കരുതിയിരുന്ന തന്റെ പ്രിയ കാമുകി നൽകിയ വിഷദ്രാവകം കഴിച്ച് ഷാരോണിന്റെ കരൾ നശിക്കുകയായിരുന്നു. ഷാരോണിന്റെ ജീവിതം തന്നെ ഇല്ലാതാവുകയായിരുന്നു. ഇവിടെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. എന്നാൽ ഇതിനു മുമ്പ് ഗ്രീഷ്മയുടെ വീട്ടിൽ ഇത്തരത്തിലൊരു മരണം നടന്നിട്ടുണ്ട്. ഗ്രീഷ്മയുടെ അമ്മയുടെ ചേച്ചിയുടെ മകൻ ഇതുപോലെ മറ്റൊരു സമുദായത്തിൽ നിന്നും സാമ്പത്തികമായി താഴേക്കിടയിലുള്ള ഒരു കുട്ടിയെ വിവാഹം കഴിക്കുന്നു. ഗ്രീഷ്മയുടെ 2 അമ്മാവന്മാരിൽ മൂത്തയാൾ ഒരു കാരണവശാലും അമ്മയുടെ ചേട്ടത്തിയുടെ മകന്റെ ഈ താഴ്ന്ന ജാതിയിൽ നിന്നുള്ള വിവാഹത്തെ അംഗീകരിക്കുന്നില്ല. അയാൾ വീടിന് പുറത്തു പോകുന്നു. അയാൾക്ക് 3 കുട്ടികളുണ്ടാകുന്നു. ശേഷം അയാൾ വിഷം കഴിച്ചു മരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഒരിക്കലും ഈ താഴ്ന്ന ജാതിയിലുള്ള താഴ്ന്ന സാമ്പത്തിക വരുമാനമുള്ള ഒരു വീട്ടിൽ നിന്നും സ്നേഹിച്ച് കല്യാണം കഴിച്ചതിനാൽ ഗ്രീഷ്മയുടെ അമ്മയുടെ ചേച്ചിയുടെ മകനെ അമ്മാവന്മാർ കുടുംബത്തിൽ കയറ്റിയിട്ടില്ല. 3 മക്കളിൽ ഒരാൾ പിന്നീട് അസുഖം പിടിപെട്ട് മരിച്ചു. ഇയാളുടെ ഭാര്യയും പിന്നീട് ക്യാൻസർ പിടിച്ചു മരിച്ചു. ഇപ്പോൾ ആ ബന്ധത്തിൽ 2 കുട്ടികൾ മാത്രമാണ്. അത് ആ ഭാര്യയുടെ വീട്ടുകാർക്കൊപ്പമാണ് കഴിയുന്നത്. എന്നാൽ ഇപ്പോൾ ഗ്രീഷ്മയുടെ അമ്മയുടെ ചേച്ചിയുടെ ഈ മകന്റെ മരണവും ദുരൂഹം തന്നെയാണ്. ഒരു കാരണവശാലും അയാൾ ആത്മഹത്യ ചെയ്യുകയില്ല, വിഷം ഉള്ളിൽ ചെന്നാണ് മരിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അയാളെയും ബോധപൂർവം ഇവർ വിഷം നൽകി കൊല്ലതാവാം എന്ന് തന്നെയാണ് ഇപ്പോൾ സംശയം ഉയരുന്നത്. നാട്ടുകാർ ഇത്തരത്തിൽ തന്നെയാണ് പറയുന്നത്. ഗ്രീഷ്മ ഷാരോണിന് വിഷം നൽകുമ്പോൾ ഷാരോണിന് വിഷം നൽകിയ ആ കേസിൽ ഗ്രീഷ്മയുടെ 2ാമത്തെ അമ്മാവനായ നിർമ്മൽ കുമാറിനെയും കോടതി ശിക്ഷിച്ചിട്ടുണ്ട്. 1 വർഷം വിചാരണ തടവുകാരനായി കോടതിയിൽ കഴിഞ്ഞു. ഇപ്പോൾ 2 വർഷം കൂടി അദ്ദേഹത്തെ ശിക്ഷിച്ചിട്ടുണ്ട്. അതായത് വീട്ടുകാർ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളാകുന്ന ഒരു മാനസിക നിലയുള്ളവരാണ് എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ നാട്ടുകാരും എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രീഷ്മയുടെ അമ്മയുടെ ചേട്ടത്തിയുടെ മകൻ മരിച്ചത് എങ്ങനെയാണ് എന്നുള്ളതിന് ഒരു സജീവമായ അന്വേഷണം കൂടിയേ തീരൂ എന്ന നിലപാടിലാണ് ഇപ്പോൾ നാട്ടുകാർ എത്തിയിരിക്കുന്നത്. കേരളത്തിൽ ഇതുപോലുള്ള കൊലകൾ ധാരാളമായി കേട്ടുവരുന്നു. ഇതിൽ ഏറ്റവും അവസാനത്തേതായി പറയപ്പെടുന്നത് കൂടത്തായി കൊലപാതകമായിരുന്നു. അത് കൂട്ടക്കൊലപാതകമായിരുന്നു. സ്വത്ത് തട്ടിയെടുക്കുവാൻ വേണ്ടി ജോളി എന്ന് പറഞ്ഞ ഒരു വനിത തൻ്റെ കുടുംബത്തിലെ എല്ലാ ആളുകളെയും വിഷം കൊടുത്തു കൊന്നു, സൈനൈഡ് കൊടുത്തു കൊന്നു എന്നുള്ളതായിരുന്നു. ആ കേസ് തെളിയിക്കാൻ ഉണ്ടായിരുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാരിൽ പലരും അവരുടെ നിർദ്ദേശങ്ങളും അവരുടെ ഉപദേശങ്ങളും തന്നെയാണ് ഗ്രീഷ്മയുടെ കേസും തെളിയിക്കുവാൻ ഇടയാക്കിയത്. ആ ഉദ്യോഗസ്ഥന്മാരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിലിരുന്ന ഉദ്യോഗസ്ഥന്മാർ തേടുകയുണ്ടായി എന്നുള്ളത് പിന്നീട് അറിയാൻ സാധിച്ചു. എന്തായാലും കേരളത്തിൽ ഇതുപോലുള്ള കൊലപാതക പരമ്പരകൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. കാമിതാക്കൾക്കൊപ്പം ജീവിക്കുവാൻ വേണ്ടി കാമിതാക്കളെയോ സ്വന്തം
കുടുംബത്തിലെ ആളുകളെയോ വകവരുത്തുന്ന മക്കളെയും ഭർത്താവിനെയും അച്ഛനെയും അമ്മയെയും എല്ലാം വകവരുത്തുന്ന സ്ത്രീകളുടെ പരമ്പരകൾ തന്നെ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. അതിലേറ്റവും പുതിയ പരമ്പര തന്നെയാണ് സ്നേഹിച്ച പുരുഷന് വിഷം കൊടുത്തു കൊന്നുകൊണ്ട് പുതിയതായി വന്ന കല്യാണം ബന്ധത്തിൽ ഏർപ്പെടുവാൻ വേണ്ടി ഗ്രീഷ്മ ഷാരോണിന് 4 വർഷം പ്രണയിച്ച് തന്നെ കരളുപോലെ കൂടെ കൊണ്ട് നടന്ന ഷാരോണിന് കീടനാശിനി കൊടുത്ത് ഷാരോണിന്റെ കരളും നാവും എല്ലാം പിഴുതെറിയുന്ന തരത്തിൽ തന്നെ ഇഞ്ചിഞ്ചായി കൊല്ലുകയായിരുന്നു ഗ്രീഷ്മ. എന്തായാലും ഗ്രീഷ്മയുടെ കുടുംബത്തിൽ ഇതിനു മുമ്പ് നടന്ന ഒരു മരണം കൊലപാതകമാണ് എന്ന തരത്തിലേക്ക് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിന് സമഗ്രമായ അന്വേഷണം കൂടിയേ തീരൂ എന്ന് നാട്ടുകാർ പറയുമ്പോൾ ഗ്രീഷ്മയുടെ വീടിനെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതകൾ വീണ്ടും വർദ്ധിക്കുന്നു. എന്തായാലും ഗ്രീഷ്മയുടെ അമ്മയുടെ ചേട്ടന്റെ മകന്റെ മരണം വിഷം ഉള്ളിച്ചെന്ന ആണ് എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അയാൾ കൊല്ലപ്പെട്ടത്? അയാളുടെ മരണം ആത്മഹത്യയാണോ, അത് ഇതുപോലെ ആരെങ്കിലും ജ്യൂസിലോ മറ്റേതെങ്കിലും ഭക്ഷ്യ പദാർത്ഥത്തിൽ വിഷം നൽകി കൊന്നതാണോ എന്നുള്ളതെല്ലാം അന്വേഷണത്തിലൂടെ മാത്രമേ ഇനി കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ സാധ്യതകൾ എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകാർ ആരായുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി പുറത്തു വരണം എന്നാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഇനി എന്താണ് നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.